റീലിലൊക്കെ ബ്ലോക്ക് ചെയ്യുന്നാല് റിയൽ ലൈഫിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റാറുണ്ടെങ്കിൽ എത്തിയായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നല്ലേ. ചേർത്തിൽ ഒട്ടും ഒരുങ്ങാണ്ട് വലുതായിപ്പോൾ കണ്ട നമുക്ക് ഇയാളാണോ എന്ന് വരെ മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാല്ലേ. 10th ഫോട്ടോ എടുക്കുന്ന ദിവസം നമ്മളെല്ലാവരും ഒരുങ്ങിത്തരണം. പൊതുവെ ഞാൻ അതുവരെ ഒരുങ്ങാത്ത ആളാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുങ്ങാനുള്ള ഒരു അവകാശം പോലില്ല എന്നുള്ള ആ രീതിയിലായിരുന്നു ഞാൻ തന്നെ എന്നെ ചിന്തിച്ചു വെച്ചിരുന്നത്. ക്ലാസ്സിൽ വളരെയധികം ബുള്ളിങ്ങും നമ്മൾ കളയാക്കലൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് എൻ്റെ കോൺഫിഡൻസിൻ്റെ സാധനമേ ഉണ്ടായിരുന്നില്ല. അപ്പം അതുവരെ ഒരുങ്ങാണ്ട് ഒരു ഫോട്ടോ പോലും ഇടാണ്ട് നമ്മൾ നടന്നിരുന്ന ആള് 10th ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ദിവസം ഒരുങ്ങിച്ചല്ലാന്ന് വിചാരിച്ചു. ഒരുങ്ങാൻ വെച്ചാൽ വലിയ കാര്യമൊന്നുമല്ല. അപ്പം അന്ന് എൻ്റെ ഒരു ഗോൾഡൻ കളർ ഷോളാണ് ഞാൻ ചുറ്റുകുത്തുന്നത്. അപ്പം ആ ഷോളങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ഒന്നും കൂടി ഡിമ്മായി. ഞാൻ ഇല്ലാത്ത കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടെങ്കിൽ ചുറ്റി വലിച്ച് പോവാം. അപ്പോൾ ഉച്ചയ്ക്കാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ എന്തോ ക്ലാസ് ഞാൻ തീർന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എടുത്ത് നിസാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചു. അപ്പം എനിക്ക് ഈ ഭൂമി അങ്ങ് പിളർന്ന് താഴേക്ക് പൊക്കോട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതേ ആളെ ഞാൻ ഈ അടുത്ത് കല്യാണത്തിന് വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നീ ആളാകെ മാറിപ്പോയിരിക്കുന്നു. പണ്ട് എങ്ങനെ നടന്ന നീയാന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഞാനല്ല മാറിയത്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണ് മാറിയത്. ആൾക്കാർ ജീവിതത്തിൽ പോയപ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടി. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് ആൾക്കാരെ കളയുക. കോൺഫിഡൻസിന് അതാണ് നല്ലത്. നെഗറ്റീവ് പീപ്പിൾ